മിക്കി മൗസ് പ്ലാന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെടിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ ആയിരിക്കും അതിൻ്റെ മിക്കി മൗസ് പ്ലാന്റ് എന്ന് പേര് വരാനുള്ള ഒരു കാരണം. ആ റെഡ് കളറും ബ്ലാക്ക് കളറും കൂടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ബ്ലാക്ക് കളർ മിക്കി മൗസിൻ്റെ ചെവി പോലെയും റെഡ് കളർ അതിൻ്റെ ഒരു പാൻറ് പോലെയും തോന്നി. ഈ ചെടിയുടെ പൂക്കൾ ശരിക്കും മഞ്ഞ കളറാണ്. അപ്പോൾ ഇപ്പോൾ ഈ നിങ്ങൾ കാണുന്നതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ബോട്ടം സൈഡിൽ കാണുന്നതാണ് ഇതിൻ്റെ ശരിക്കുള്ള പൂവ്. അപ്പോൾ ബാക്കിയുള്ള ഏരിയയിലൊക്കെ നിങ്ങൾ ഈ കാണുന്ന റെഡ് കളറിലുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വിതളങ്ങളാണ്, സെപ്പൽസ് ആണ്. അപ്പോൾ സാധാരണ ചെടികളുടെ സെപ്പൽസ് ഒരു ഗ്രീൻ കളറിലാണ് ഉണ്ടാവുക, അതായത് ആ പൂ ഹോൾഡ് ചെയ്യുന്ന ആ ഒരു ഹോൾഡർ മാതിരിയുള്ളത്. അപ്പോൾ ആ മഞ്ഞ പൂവ് കൊഴിഞ്ഞതിന് ശേഷം ഇതിന്റെ സെപ്പൽസ് ആ ഒരു റെഡ് കളർ സെപ്പൽസും പിന്നെ ഇതിന്റെ ഫ്രൂട്ട്സും ആയിട്ടാണ് ഇത് നിൽക്കുന്നത്. ആദ്യം തന്നെ ഫ്രൂട്ട്സ് പച്ച കളറിലാണെങ്കിലും ആ പച്ച മാറിയിട്ട് ഒരു ചെറിയൊരു ഓറഞ്ച് കളറിലും പിന്നീട് അതൊരു ബ്ലാക്കിഷ് ഒരു പർപ്പിൾ കളറിലൊക്കെ എത്തും. അങ്ങനെ എത്തി കഴിയുമ്പോഴേക്കും ചില ഫ്ലവേഴ്സിൽ ഇത് രണ്ട് സീഡ്സ് ഉണ്ടാവും, ചില ഫ്ലവേഴ്സ് ഇത് 3 സീഡ്സ് ഉണ്ടാവും. 3 സീഡ്സും ബ്ലാക്ക് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മൂക്കും 2 ചെവിയും പിന്നെ അതിന്റെ പാൻസും ഒക്കെ അങ്ങോട്ട് കൂടിയിട്ട് ഏകദേശം ഒരു മിക്കി മൗസിന്റെ ഷേപ്പ് പോലെ എത്തിയിട്ടുണ്ട്. ഈ മിക്കി മൗസ് പ്ലാന്റ് എന്നല്ലാതെ വേറെയും ഇതിന് ഇംഗ്ലീഷിൽ തന്നെ പേരുകളുണ്ട്. ബേർഡ്സ് ഐ ബുഷ്, കാർണിവൽ ബുഷ്, സ്മോൾ ലീവ്ഡ് പ്ലെയിൻ എന്നൊക്കെ. ഇതിന്റെ ഒരു സയന്റിഫിക് ക്ലാസിഫിക്കേഷൻ പറയുകയാണെങ്കിൽ ഇത് ഓക്നേസിയ ഫാമിലിയിൽപ്പെട്ട ഓക്ന സെറിയുലാറ്റ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്പീഷീസ് ആണ്. കേൾക്കുന്ന ഒരു ഇൻഫർമേഷൻ വെച്ചിട്ട് ഹിന്ദിയിൽ ഇതിനെ പീല കനേർ എന്നാണ് വിളിക്കുന്നത്. ഒരു 1-2 മീറ്റർ വരെ ഹൈറ്റ് വയ്ക്കുന്ന ഒരു ചെറിയ എവർഗ്രീൻ ഷ്രബാണിത്. പുറമേ നല്ല ഗ്ലോസി ഡാർക്ക് ഗ്രീൻ ഇലകൾ, നല്ല എലിപ്റ്റിക്കൽ ഇലകളാണ് ഇതിനുള്ളത്. താഴെയാണെങ്കിൽ ഒരു ലൈറ്റർ ഗ്രീൻ, ചെറുതായിട്ട് അതിന്റെ ബോർഡേഴ്സുകളുടെ സിക്സാഗ് മാതിരിയാണ് ഇരിക്കുന്നത്. ഒരു ചെറിയൊരു ലൈറ്റർ ബ്രൗൺ കളറിലാണ് ഇതിന്റെ തളിരിലകൾ ഉള്ളത്. ഇതിന്റെ സ്റ്റെംസ് പൊതുവേ കുറച്ചും കൂടി ഒരു റഫാണ്, കുറച്ചും കൂടി ഒരു ഡോട്ടഡ്, നമ്മുടെ ഒരു പ്ലാവിന്റെ ഒക്കെ മാതിരി തന്നെ ഒരു കുറച്ചും കൂടി ഡോട്ടഡ് റഫ് ബാർക്കാണ് ഇതിനുള്ളത്. സ്പ്രിംഗിലും സമ്മർ സീസണിലും ബ്ലൂം ചെയ്യുന്ന നല്ല ബ്രൈറ്റ് യെല്ലോ കളർ ഫ്ലവേഴ്സ്, 5 പെറ്റൽസ് ഉള്ള നല്ല ബ്രൈറ്റ് യെല്ലോ കളേഴ്സ് ഫ്ലവേഴ്സ് ആണ് ഇതിൻ്റെത്. സെപ്പൽസ് നമ്മൾ ഒരുപാട് നേരത്തെ പറഞ്ഞ മാതിരി തന്നെ നല്ല വിവിഡ് റെഡ് ആണ്. ഫ്രൂട്ട് മെച്ചർ ചെയ്യുമ്പോഴേക്കും അത് നല്ല ബ്ലഡ് റെഡ് കളറിലേക്ക് എത്തും. ആ സെപ്പൽസ് മാത്രമായിട്ട് തന്നെ ഇതൊരു ഫ്ലവർ മാതിരി തോന്നും. അപ്പോൾ ഇതിന്റെ ഫ്രൂട്ട് പഴുത്ത് കഴിയുമ്പോഴേക്കും ഒരു ബ്ലാക്കിഷ് കളറിലേക്ക് വരും എന്ന് നമ്മൾ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ഈ ഫ്രൂട്ടിന്റെ ഒരു ഡിസ്ക്രിപ്ഷനും അതുപോലെ തന്നെ ഒരു കോമ്പോസിഷനും ഒക്കെ നമുക്ക് നോക്കാം. ഷേപ്പും കളറൊക്കെ കണ്ട് ഇത് എഡിബിൾ ബെറീസ് ആയിട്ട് തെറ്റിദ്ധരിക്കാറുണ്ട്, പക്ഷേ ഇത് എഡിബിൾ ബെറീസ് അല്ല. ഒരു 5 to 8 mm വരെയും നീളമുള്ള ഒരു എലിപ്റ്റിക്കൽ ഷേപ്പാണ് ഇതിൻ്റെ. വളരെ ചെറിയ മുന്തിരി പോലെയൊക്കെ തന്നെ ഇരിക്കും. ഇതിൻ്റെ ഒരു കോമ്പോസിഷൻ പറയുകയാണെങ്കിൽ ഫൈറ്റോ കെമിക്കൽസും ബൈഫ്ലേവനോയിഡ്സും അടങ്ങിയിട്ടുണ്ട്. അതുകൂടാതെ പാൽമെറ്റിക്, ഒലൈക് ആൻഡ് ലൈനോലൈക് ആസിഡ്സ് പോലെയുള്ള എസെൻഷ്യൽ ഓയിൽസും അടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു നേറ്റീവ് എന്ന് പറയുന്നത് സൗത്ത് ആഫ്രിക്ക, ലെസോത്തോ, സ്വാസിലാൻഡ് ആണ്. കൂടുതലും കണ്ടുവരുന്നത് ഗ്രാസ് ലാൻഡ്സിലും ഫോറസ്റ്റ് മാർജിനിലും പിന്നെ റോക്കി സ്ലോപ്സിലും അതുപോലെ തന്നെ ഒരുവിധമുള്ള ടെറൈൻസിലൊക്കെ തന്നെ ഇത് വളരാറുണ്ട്. നമ്മളിതിപ്പോൾ എടുത്തേക്കുന്നത് കേരളത്തിൽ നിന്നാണ്. റോഡ് സൈഡിലൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാട് പോലെ വളരും, പിന്നെ നന്നായിട്ട് അതിൻ്റെ അത് പൂക്കളും ഉണ്ടാവും. അതുപോലെ തന്നെ ഇത് ഓസ്ട്രേലിയയിലും ന്യൂസിലാൻഡിലും ഫിലിപ്പൈൻസിലും പിന്നെ വേറെയും ഏഷ്യൻ പാർട്സിലൊക്കെ കണ്ടുവരുന്നുണ്ട്. മെയിൻ ആയിട്ട് ഇപ്പോൾ ഇതൊരു ഗാർഡൻ പ്ലാന്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യപ്പെടുന്നത്. മൾട്ടിപ്പിൾ കളേഴ്സിലുള്ള പൂക്കളും പിന്നെ ആ ഒരു പ്രത്യേക രീതിയിലുള്ള ബെറീസും ഒക്കെ അങ്ങനെ കൂടിയിട്ട് നല്ല രസമുണ്ട് ഇത് കാണാനായിട്ട്. പിന്നെ നല്ല ബുഷി ആയിട്ട് നിൽക്കുകയും ചെയ്യും, നല്ല ഭംഗിയാണ്. ഇനി ഇതിൻ്റെ ഒരു ഗ്രോയിങ് കണ്ടീഷൻസ് പറയുകയാണെങ്കിൽ നല്ല ഫുൾ സൺ ടു പാർഷ്യൽ ഷെയ്ഡാണ് ഇതിന് ഏറ്റവും നല്ലത്. സോയിൽ പറയുകയാണെങ്കിൽ വെൽ ഡ്രെയിൻഡ് സാൻഡി ഓർ ലോമി സോയിൽസ്. വാട്ടർ ഒരു മോഡറേറ്റ് വാട്ടർ മതി. അത്യാവശ്യം വരൾച്ചയൊക്കെ ഇത് ടോളറേറ്റ് ചെയ്യും. ഒരു 20 to 38 ഡിഗ്രി സെൽഷ്യസ് ഉള്ള ഹ്യൂമിഡ് ക്ലൈമറ്റ്, ട്രോപ്പിക്കൽ ക്ലൈമറ്റ്സ് ഒക്കെ തന്നെ ഇതിന് വളരെ സ്യൂട്ടബിൾ ആണ്. പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന സീഡ്സ് വഴി ആയതുകൊണ്ട് തന്നെ ഇത് അത്യാവശ്യം വളരെ കാട് പോലെയാവും അധികം സമയമില്ലാതെ. ഇനി ഇതിൻ്റെ ഒരു ഹെൽത്ത് ബെനിഫിറ്റ്സും മെഡിസിനൽ യൂസേജസ് ഒക്കെ ഒന്ന് നോക്കാം. ആദ്യം തന്നെ ഇതിൻ്റെ ട്രഡീഷണൽ യൂസേജസ് ഒക്കെ നോക്കാം. അപ്പോൾ സുളു മെഡിസിൻസിൽ ഇതിൻ്റെ വേരുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന കഷായം അസ്ഥി സംബന്ധിതമായ രോഗങ്ങൾക്കും പിന്നെ കുട്ടികളിൽ വളരെ റെയർ ആയിട്ട് കണ്ടുവരുന്ന ഒരു പ്രത്യേക തരം അസുഖമുണ്ട്, ഗാൻഗ്രെനസ് പ്രൊക്ടൈറ്റിസ് എന്ന് പറഞ്ഞ ഒരു രോഗം. ഈ അസുഖം എന്താണെന്ന് വെച്ചാൽ ഇനി മലാശയത്തിൻ്റെ ആവരണം വീക്കം സംഭവിക്കുകയും നിർജീവമായ അവസ്ഥയിലേക്ക് മാറുകയും ചെയ്യുന്ന ഒരു ഗുരുതരവും അപൂർവമായ അവസ്ഥയാണ്. അത് കൂടാതെ ഇതിന്റെ തോലും വേരും ഒക്കെ മുറിവുണക്കാനും പിന്നെ പെയിൻ റിലീഫിനൊക്കെ ആയിട്ട് യൂസ് ചെയ്യേണ്ടതാണ് പറയുന്നത്. ഇനി ഇത് മോഡേൺ റിസർച്ചിലേക്ക് വരികയാണെങ്കിൽ ഇത് ആന്റി ബാക്ടീരിയൽ ആണ്, ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടീസും സൈറ്റോടോക്സിക് ആൻഡ് ആന്റി മലേറിയൽ പൊട്ടൻഷ്യൽ ഉള്ള കോമ്പൗണ്ട്സും ഇതിൻ്റെ അകത്ത് അടങ്ങിയിട്ടുണ്ട്. സ്റ്റഡീസ് വെച്ചിട്ട് ഇത് നോൺ മ്യൂട്ടജനിക് ആണെന്നും പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു റിസർച്ച് ഐറ്റം ആയിട്ട് നല്ലൊരു ഓപ്ഷനാണ്. ഇനി ഇതിന്റെ ടോക്സിറ്റി പറയുകയാണെങ്കിൽ ഇത് സ്ലൈറ്റ്ലി ടോക്സിക് ആണ്. അതുകൊണ്ട് തന്നെയാണ് ഇത് ഡയറക്ട്ലി കൺസ്യൂം ചെയ്യില്ല എന്ന് നേരത്തെ പറഞ്ഞത്. പ്രോപ്പറായിട്ട് പ്രിപ്പയർ ചെയ്യാതെ ഇത് കൺസ്യൂം ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഇത് ഒരു ഇൻവാസീവ് സ്പീഷീസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യപ്പെടുന്നത് ഓസ്ട്രേലിയയിലും ന്യൂസിലാൻഡിലൊക്കെ. കാരണം ഇത് ഭയങ്കര അഗ്രസീവായിട്ട് സ്പ്രെഡ് ആവുകയും അവിടുത്തെ നേറ്റീവ് ഫ്ലോറയ്ക്ക് ഒരു ത്രെട്ട് ആവുകയും ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഒരു കൾച്ചറൽ സിഗ്നിഫിക്കൻസ് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ആ ഒരു ഫ്രൂട്ടും അതുപോലെ തന്നെ അതിൻ്റെ ഒരു സെപ്പലും കൂടെ കൂടിയിട്ട് ഒരു ബ്ലാക്ക് ആൻഡ് റെഡ് കോമ്പിനേഷനിലാണുള്ളത്. അത് മിക്കി മൗസിൻ്റെ ചെവിയും അതുപോലെ തന്നെ പാൻസും ആയിട്ടാണ് കൺസിഡർ ചെയ്യപ്പെടുന്നത്. അങ്ങനെ ഇതിൻ്റെ ഒരു ഓമനപ്പേരും ഉണ്ട്, മിക്കി മൗസ് പ്ലാന്റ് എന്നും പറഞ്ഞു. പല ആഫ്രിക്കൻ കൾച്ചേഴ്സിലും ഇത് റെസിലിയൻസും ട്രാൻസ്ഫോർമേഷനും
സന്തോഷം സിംബിളൈസ് ചെയ്യുന്ന ഒന്നാണെന്നാണ് പറയപ്പെടുന്നത്. അധികം കെയർ ഒന്നും വേണ്ടാത്തതുകൊണ്ട് തന്നെ ഒരു ഓർണമെന്റൽ ലാൻഡ്സ്കേപ്പിംഗിൽ ഒരുപാട് യൂസ് ചെയ്യപ്പെടുന്ന ഒരു ചെടി കൂടിയാണ്. ഇതിന്റെ ഒരു ഇക്കോളജിക്കൽ ഇമ്പോർട്ടൻസ് പറയുകയാണെങ്കിൽ ഇത് പോളിനേറ്റേഴ്സിനെ അട്രാക്ട് ചെയ്യും, ബാക്കി എല്ലാ പ്ലാന്റ്സ് പോലെ തന്നെയും. ഇനി ഇതിന്റെ ഫ്രൂട്ട്സ് കിളികൾക്കൊക്കെ ഒരു നല്ല ഫുഡായിട്ടാണ് പറയപ്പെടുന്നത്. ഏത് കിളികൾ അല്ലെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് കിളികളാണ് ഈ ഫ്രൂട്ട്സ് കൺസ്യൂം ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയത്തില്ല. ഈ പൂവിന്റെ ആ ഒരു സൈഡിൽ കാണുന്നതാണ് ഇതിന്റെ മൊട്ട്. അതിന് ആക്ച്വൽ കളർ ഇപ്പൊ പച്ചയാണ്. ഇതിൽ നിന്നാണ് പൂ വിരിയുന്നത്. അപ്പോൾ ഈ പൂ വിരിഞ്ഞ് ഇത് കൊഴിഞ്ഞു പോയി കഴിയുമ്പോഴേക്കും ഇതിന്റെ കളർ മാറിയിട്ട് ഈ കാണുന്ന മാതിരിയുള്ള റെഡ് കളറിലേക്ക് എത്തും. അതായത് ആ മൊട്ട് തന്നെയാണ് ട്രാൻസ്ഫോം ചെയ്ത് ആ പച്ചയിൽ നിന്ന് ട്രാൻസ്ഫോം ചെയ്ത് ഇപ്പൊ ഈ റെഡിലേക്ക് വരുന്നത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോയും ഇതിൻ്റെ അകത്ത് പറഞ്ഞേക്കുന്ന ഇൻഫർമേഷൻസ് ഒക്കെ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.